To surrender spiritually means to stop fighting inside. It means your mind, emotions, and energy are no longer in conflict with the higher guidance that is trying to flow into your life. Many people misunderstand surrender. They think surrender means giving up thinking or stopping the use of willpower or blindly following someone else. But that is not spiritual surrender. Spiritual surrender is not weakness, it is not laziness, it is not the collapse of your individuality. True surrender means you let go of unnecessary inner resistance, resistance to truth, resistance to change, resistance to correction, resistance to divine guidance. This inner resistance is what blocks spiritual growth. It creates tension, confusion, and suffering. When you surrender, this resistance melts. Your mind becomes open, your emotions become calm, your energy starts flowing freely. Surrender allows you to listen deeply. It allows you to understand clearly. It allows you to act wisely. This is not mindlessness, it is higher intelligence. Surrender is cooperation with the divine. When you surrender, the higher soul can guide you. Your intuition becomes sharper, your life becomes smoother, your spiritual progress becomes faster. ആത്മീയമായി സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ അകത്തു നടക്കുന്ന പൊരുതൽ നിർത്തുക എന്നതാണ് അർത്ഥം. നമ്മുടെ മനസ്സിലും വികാരത്തിലും ഊർജത്തിലും ദൈവിക മാർഗനിർദ്ദേശത്തോടുള്ള സംഘർഷം ഇല്ലാതാക്കുന്ന അവസ്ഥയാണിത്. പലരും സമർപ്പണം തെറ്റായി മനസ്സിലാക്കുന്നു. ചിന്തിക്കാതിരിക്കുക, ഇച്ഛാശക്തി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ അന്ധമായി പിന്തുടരുക ഇവയാണെന്ന് അവർ കരുതുന്നു. പക്ഷേ അത് ആത്മീയ സമർപ്പണമല്ല. സമർപ്പണം ബലഹീനതയുമല്ല, മടുപ്പുമല്ല, സത്വം നഷ്ടപ്പെടുത്തുന്നതുമല്ല. യഥാർത്ഥ സമർപ്പണം എന്നത് അകത്തുള്ള അനാവശ്യ പ്രതിരോധം വിട്ടുകളയുന്നതാണ്. സത്യത്തോടുള്ള എതിർപ്പ്, മാറ്റത്തോടുള്ള എതിർപ്പ്, തിരുത്തലിനോടുള്ള എതിർപ്പ്, ദൈവിക മാർഗനിർദ്ദേശത്തിനോടുള്ള എതിർപ്പ് ഇവയെല്ലാം വിട്ടുകളയുമ്പോഴാണ് സമർപ്പണം നടക്കുന്നത്. ഈ അകത്തെ പ്രതിരോധം തന്നെയാണ് ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത്. അതാണ് പിണക്കം, ആശയക്കുഴപ്പം, വേദന എന്നിവ സൃഷ്ടിക്കുന്നത്. സമർപ്പിക്കുമ്പോൾ ഈ പ്രതിരോധം ഉരുകിപ്പോകുന്നു, മനസ്സ് തുറക്കപ്പെടുന്നു, വികാരങ്ങൾ ശാന്തമാകുന്നു, ഊർജം സ്വതന്ത്രമായി പ്രവഹിക്കാൻ തുടങ്ങുന്നു. സമർപ്പണം നമ്മെ ആഴത്തിൽ കേൾക്കാൻ സഹായിക്കുന്നു, കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, സൂക്ഷ്മമായി ബുദ്ധിപൂർവം പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ഇത് അന്ധതയല്ല, ഉയർന്ന ബുദ്ധിയുടെ പ്രവർത്തനമാണ്. സമർപ്പണം ദൈവിക ശക്തിയോടുള്ള ഒരു സഹകരണമാണ്. സമർപ്പണം എന്നാൽ ഉയർന്ന ആത്മാവ് നമ്മെ നയിക്കുക എന്നാണ്. സ്വബോധം കൂടുതൽ തിളങ്ങുകയും ജീവിതം ലളിതമാകുകയും ആത്മീയ പുരോഗതി വേഗമാവുകയും ചെയ്യുന്നു. ആത്മീയ സമർപ്പണം എന്നത് നമ്മുടെ ഉള്ളിലെ ജീവനെ ഉയർന്ന ദൈവിക ലക്ഷ്യമായി ഏകീകരിക്കുന്നതാണ്. ഇത് നഷ്ടമല്ല, ഇത് യഥാർത്ഥ മോചനമാണ്. താങ്ക് യു. ഐ എം രഞ്ജിത്ത്, സ്റ്റുഡൻറ് ഓഫ് മഹാത്മാ ചോവാ കോക്സി and Ma Charlotte, and an instructor of the Inner Sciences India Trust, India. Thank you. Namaste.